സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, തുടർച്ചയായി ആനുകൂല്യം ലഭിക്കാത്തവരാണ് ഇതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടത്. അതിൽ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ലഭ്യമല്ല എങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ഒന്നും കാണുന്നില്ല എങ്കിൽ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യേണ്ടതാണ്. തുടർച്ചയായി ഈ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുക തന്നെയാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ അവരുടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും. ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് 3000 മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്രത്തിന്റെ സുപ്രധാന പദ്ധതി ആനുകൂല്യം കൂടി പ്രഖ്യാപിക്കുകയാണ്. രാജ്യവ്യാപകമായിട്ട് ഒരു സാർവത്രിക പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ നമുക്ക് മാസം തോറും 3000-ഓ അതിനു മുകളിലോ ഒരു സംഖ്യ പ്രതിമാസ പെൻഷനായി, ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏകീകൃത പെൻഷൻ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു അംശാദായം ഒരുപക്ഷെ അടയ്ക്കേണ്ടതായി വരും. അത് എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് അടയ്ക്കാൻ സാധിക്കുക, ഏത് പ്രായത്തിൽ ഇതിൽ ചേരാൻ സാധിക്കും, എത്രത്തോളം തുക നൽകേണ്ടതുണ്ട്, അതിന്റെ ബോണസ് എത്രത്തോളം കേന്ദ്ര സർക്കാർ തിരികെ നൽകും, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമിക ചർച്ചയിലുള്ളത്. രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രധാന പെൻഷൻ പദ്ധതിയാണ് നിലവിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ തന്നെ 3000 മുതലുള്ള പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. നിലവിൽ അടൽ പെൻഷൻ യോജന, ഇതോടൊപ്പം തന്നെ കിസാൻ മൻധൻ യോജന, ശ്രംയോഗി മൻധൻ യോജന പോലെയുള്ള വിവിധ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കെല്ലാം ഒരു നിശ്ചിത പെൻഷൻ തുക നൽകുക എന്നുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.